ഇന്ന് നമുക്ക് നല്ലൊരു ദം ബിരിയാണി കുക്കറിൽ വളരെ ഈസി ആയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാം. ആദ്യം നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാം. ഇതിനു വേണ്ടിയിട്ട് 4 കപ്പ് ബിരിയാണി അരി, 800 ഗ്രാം അരി, ജോക്കർ ബ്രാൻഡ് ബിരിയാണി അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കഴുകി ഊറ്റി വെക്കാം. ഇനി ഒരു കുക്കറിലേക്ക് ഒരു 1/2 കപ്പിനടുത്ത് സൺഫ്ലവർ ഓയിൽ, 3 ടേബിൾ സ്പൂൺ നെയ്യ്, ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇനി ഒരു സവാള കനം കുറച്ചരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. 6 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കൂടുതൽ വേവുള്ള അരിയാണെങ്കിൽ ഒരല്പം വെള്ളം കൂടുതൽ ഒഴിക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നാരങ്ങനീരും ഒഴിച്ചു കൊടുത്ത് വെള്ളം തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അരി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുക്കർ അടച്ചു വെക്കാം. ഇനി ഒരൊറ്റ വിസിലടിച്ചാൽ തീ ഓഫ് ചെയ്യാം. ചോറ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ബിരിയാണിയുടെ മസാല തയ്യാറാക്കിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് 6 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് മീഡിയം വലിപ്പമുള്ള 4 സവാള നീളത്തിലരിഞ്ഞത്, ഒരല്പം ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റാം. ഇതിലേക്കിനി 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1.5 ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചത്, ഇതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, ഇതെല്ലാം ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി മീഡിയം വലിപ്പമുള്ള 4 തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് വഴറ്റാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, 1/2 കപ്പ് തൈര്, 1/2 കപ്പ് മല്ലിയില, 3 ടേബിൾ സ്പൂൺ പുതിനയില, കുറച്ച് കറിവേപ്പില, 1/4 ടീസ്പൂൺ ഗരം മസാല, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. 1 കിലോ ചിക്കനാണിത്. കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ട് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുക്കറിൽ ആവി അടങ്ങിയ ഉടൻ തന്നെ കുക്കർ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതേ കുക്കറിൽ തന്നെയാണ് നമ്മൾ ബിരിയാണി വെക്കുന്നത്, അതുകൊണ്ട് ചോറ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ച ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ മസാല കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ചോറ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുക്കറിൻ്റെ വെയിറ്റ് എടുത്ത് മാറ്റിയിട്ട് അടച്ചു വെക്കണം. തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. ഒരു 10-12 മിനിറ്റ് കഴിയുമ്പോൾ കുക്കറിൻ്റെ നോസിലിൽ കൂടിയിട്ട് ആവി പുറത്തേക്ക് വരും. അപ്പോൾ കുക്കറിൻ്റെ വെയിറ്റ് ഇട്ട് ലോ ഫ്ലെയിമിൽ ഒരു 18 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ വെച്ചിട്ട് തീ ഓഫ് ചെയ്യണം. 20 മിനിറ്റ് കൂടുതൽ വെക്കരുത്, മസാല അടിക്ക് പിടിക്കും. തീ ഓഫ് ചെയ്ത് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞാൽ കുക്കർ തുറക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചോറും ചിക്കനൊക്കെ കറക്റ്റ് വേവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.